സ്പീക്കിംഗ് ഒന്നും ഞാൻ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. ഈ സമയത്തൊന്നും മാതാവിൻ്റെ ഒരു അനക്കവും ഇല്ല എൻ്റെ അടുത്ത്. സ്വപ്നത്തിനും വരാറില്ല, ഇങ്ങനത്തെ ബൈബിൾ വേഴ്സസും തരാറില്ല. മാതാവ് ഒന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് വന്നു. എനിക്ക് കുറേ പിള്ളേർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ലേഡി വരണമെന്ന് പറയുമ്പോൾ ലേഡി വരും, കളർ കാണിക്കണമെന്ന് പറയുമ്പോൾ കളർ കാണിക്കും. എൻ്റെ അടുത്ത് മാത്രം മാതാവ് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മാതാവ് ഒരു സംഭവം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എനിക്കൊരു ലേഡി ആയിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് സംശയമുണ്ട്, കാരണം മാതാവിൻ്റെ അനക്കമൊന്നുമില്ല കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് വന്നു. കോട്ടയത്തായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. കോട്ടയം കമ്പാരിറ്റീവ്ലി ഭയങ്കര പാടാന്ന് വന്നവരും പോയവരും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ ഉപ്പായിട്ടാണ് പോയത്. ഞാൻ ഉപ്പൊക്കെ കൈപ്പിടിച്ച് ആ വെയിറ്റിങ്ങിൽ ഇരുന്നപ്പം ഇറങ്ങുന്ന പിള്ളേരുടെ ഒന്നും മുഖത്ത് സന്തോഷമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഇറങ്ങുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ ടേണായി. വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. ഞാൻ കണ്ടതും ഞാൻ ലാപ്ടോപ്പിൽ കാണുന്ന ഒരു ലേഡിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി. എനിക്ക് ലേഡി കിട്ടിയതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര സന്തോഷമായത് മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. അത് എന്നെ ആ ലേഡി കുറേ നേരം സംസാരിപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് എൻ്റെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ബാക്കി റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും. അതും ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പിള്ളേർ കേട്ടിട്ടുണ്ട്. റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ അവരുടെ കയ്യിലല്ല അവരുടെ കൺട്രോളെന്ന്. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് റൈറ്റിങ്ങിന്. എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയത്, ഞാൻ എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു എൻ്റെ കൈ. ആരോ എന്നെ പിടിച്ച് എഴുതിപ്പിക്കുക. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്. ഞാൻ ഓരോ മൊഡ്യൂൾ എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടാണ് എഴുതുക. എന്നിട്ട് ഞാൻ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ലിസണിങ്ങും കംപ്ലീറ്റ് ചെയ്തു. റീഡിങ് ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് ടെൻഷനായത്. ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം 45 മിനിറ്റ്സിനുള്ളിൽ ഞാൻ റീഡിങ് തീർക്കും, എല്ലാ പാസേജും തീർക്കും. IELTS ചെയ്തിട്ടുള്ളവർക്കറിയാം, 3ാമത്തെ പാസേജാണ് ഭയങ്കര ടഫ്. വായിച്ചാൽ മനസ്സിലാവത്തുമില്ല, ഒന്നുമില്ല. ഞാൻ 3rd പാസേജ് ആയപ്പോൾ എനിക്ക് ടൈമില്ല. എനിക്ക് ആ 5 മിനിറ്റും കൂടെ 3rd പാസേജിനുള്ളൂ. ഫസ്റ്റ് പാസേജിനൊന്നും എനിക്ക് ആൻസർ കാണാനേ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ടെൻഷൻ കയറി പാനിക് ആയതോടെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ എഴുതുന്നതെന്ന്. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വന്നെൻ്റെ, കാരണം പോയി എന്നറിയാം, റീഡിങ് പോയി. ഈ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എനിക്ക് 7.5 തരണം എന്നാണ്. ഇത് റീഡിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 7.5 പോയിട്ട് റീഡിങ് മൊഡ്യൂളേ കിട്ടാൻ പോകുന്നില്ല. കാരണം മൊത്തം ടൈമില്ല എനിക്ക്. 3rd പാസേജ് ഞാൻ ചെയ്തില്ല. 3rd പാസേജ് ഞാൻ വായിക്കുക പോലും ചെയ്തില്ല. ഞാൻ വെറുതെ ABC ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ അങ്ങനെ എഴുതി വിട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെല്ലാം ശരിയായിരിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു വിട്ടു. എന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു 7th ഡേ നിങ്ങളുടെ റിസൾട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയുടെ നമ്പറാണ് 7, എനിക്ക് 7 തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ എനിക്ക് 7 കിട്ടത്തില്ല, കാരണം റീഡിങ് മൊഡ്യൂളേ പോയി. അപ്പോൾ എനിക്ക് 7 കിട്ടാൻ ഒരു ചാൻസും ഇല്ല. 7th ഡേ അത് 6th ഡേ ആയപ്പം ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് രാവിലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, റിസൾട്ട് വന്നു, നീ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്തു. ആദ്യം എനിക്ക് മെയിലിലാണ് വന്നത്, ആദ്യത്തെ IELTS. മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിലിൽ മെസ്സേജൊന്നും ഇല്ല. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി, നീ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജിൽ റിസൾട്ട് വന്ന് കിടപ്പുണ്ടെന്ന് കാണിച്ചു. ഞാനപ്പോൾ തീരുമാനിച്ചു ഏതായാലും ഡെയിലി ബ്രെഡ് മൊത്തം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു.